ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു മാങ്ങച്ചാർ ഉണ്ടാക്കാം കേട്ടോ. നിങ്ങൾ ചിലരൊക്കെ വിചാരിക്കും ഇതിൻ്റെ ഫുള്ളായിട്ട് എപ്പോഴും അച്ചാറിൻ്റെ വീഡിയോസാണല്ലോ ഇടുന്നത്. അങ്ങനല്ല കേട്ടോ, എനിക്ക് ചെറുതായൊരു അച്ചാറിൻ്റെ ബിസിനസ് ഉണ്ട്. അത് എന്താ പറയുക, അടുത്തുള്ള ആൾക്കാരൊക്കെ അറിയുന്നവരും ബന്ധുക്കളൊക്കെ പിന്നെ ഗൾഫിൽ പോകുന്നവരും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വീടുകളിലേക്ക് ചെറുതായിട്ടൊക്കെ വേണമെങ്കിലൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അത് കാരണം ഉണ്ടാക്കുന്ന കാരണമാണ് ഞാൻ വീഡിയോ എടുത്തിട്ടാണ് യൂട്യൂബിൽ ഇടുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിന്നൊരു മാങ്ങത്തോലിൻ്റെ അച്ചാറാണ് ഇടുന്നത്. പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ എന്താണ് സാധാരണ അച്ചാറിനെ പോലെ നമ്മൾ കൂടുതൽ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഒന്ന് ഐറ്റംസൊക്കെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല അങ്ങനെയൊക്കെ ഒന്ന് കൂട്ടിയെടുത്താൽ മതി. അപ്പം നമുക്ക് 2 കിലോൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. നമ്മൾ വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ മാങ്ങാത്തോല്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ എണ്ണ വേണം, കായം, അച്ചാർ പൊടി, മുളക് പൊടി, കടുക്, ഉലുവ, പിന്നെ സുർക്ക, ഉപ്പ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വേണം. അപ്പം നമുക്ക് അച്ചാറുണ്ടാക്കി തുടങ്ങാം. പിന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ കുറച്ച് ചേർക്കാറുള്ളൂ. വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇനി ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചട്ടി ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ചിട്ട് നല്ല ചൂടായി കിട്ടണം. വോയിസ് കൊടുക്കലൊന്നുമില്ല അങ്ങനെ, അത് കാരണമാണ് ക്ലിയർ അല്ലാത്തത്. പിന്നെ നന്നായി എണ്ണ ചൂടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടുക് നല്ല മൂത്ത് വരണം കേട്ടോ. കടുക് നന്നായി മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഉലുവ കൂടി ഇട്ട് കൊടുക്കണം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുള്ളൂ. നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കണം. നമുക്ക് കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവൊക്കെ നന്നായിട്ട് പൊട്ടി റെഡിയായിട്ട് വരണം. കരിയാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ കുറേശ്ശെ ഉണ്ടാക്കലുള്ളൂ. ഇപ്പം 2 കിലോൻ്റെ ഓർഡർ കാരണം കുറച്ച് കൂടുതലാക്കി ഉണ്ടാക്കണം. വെളുത്തുള്ളി ഒക്കെ സെൻറ്റർ ഇങ്ങനെ പൊളിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം മാത്രം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മൂത്തൊരു ഗോൾഡൻ കളറായിട്ട് വരണം. നമ്മൾ വെളുത്തുള്ളി എണ്ണയിൽ നന്നായിട്ട് മൂത്ത് കിട്ടണം. നന്നായിട്ട് ഗോൾഡൻ കളറായതിന് ശേഷം മാത്രം നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി നമ്മൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയും ചേർത്തതിന് ശേഷം ഇഞ്ചിയും കൂടി ഒന്ന് മൂത്ത് ഗോൾഡൻ കളറായിട്ട് രണ്ടും മൂത്തതിന് ശേഷം നല്ലൊരു സ്മെല്ല് വരും. ആ ടൈമിൽ മാത്രം നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് അടി പിടിക്കാണ്ട് ഇളക്കി കൊടുക്കുക. ഉരുളി ആയ കാരണം പിന്നെ കുറച്ച് വിസ്താരമുള്ള ഇതായ കാരണം നമുക്ക് ഇളക്കി കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടില്ലാണ്ട് ചെയ്യുക. നന്നായിട്ട് ഗോൾഡൻ കളറായിട്ട് വരുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പച്ചമുളക് നന്നായിട്ട് മൂത്ത് വരണം. അതിന് മുമ്പ് ഇട്ടിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കരിയാണ്ട് നോക്കണം. പച്ചമുളക് അത്യാവശ്യം നല്ലോണം മൂത്ത് വരെയൊന്നും വേണ്ട. കുറച്ചൊന്ന് മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിനും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ. പിന്നെ കത്തിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നന്നായിട്ട് മിക്സ് കൊടുത്തതിന് ശേഷം പിന്നീടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. നമുക്ക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല എല്ലാം കൂടി ഒരേ ലെവലിൽ മൂത്ത് വന്നതിന് ശേഷം നമ്മൾ തീ കുറച്ച് വെച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി കുറച്ച് ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. അച്ചാറൊക്കെ കൂടുതലും ഉണ്ടാക്കുന്നവർക്കൊക്കെ അറിയാം. നമ്മൾ മഞ്ഞൾപ്പൊടി അതിന് ചേർക്കുന്ന മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും. അപ്പം മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം പിന്നെ നമുക്ക് മുളകും പൊടി, ഞാൻ അളവുകളൊന്നും പറയണില്ല. മുളകും പൊടി നമുക്ക് അത്യാവശ്യം
2 കിലോന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ മുളക് പൊടിയാണ് ഏത് അച്ചാറിനും ഞാൻ മുളക് പൊടിയാണ് കൂടുതൽ ചേർക്കാറ്. അച്ചാർ പൊടി അധികം ചേർക്കലില്ല. അപ്പോൾ അത് വന്നതിന് ശേഷം പിന്നെ നമ്മൾ മുളക് പൊടി അത്യാവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി കൂടി ചേർത്തതിന് ശേഷം നമ്മൾ തീയൊക്കെ നന്നായിട്ട് കുറച്ച് വെക്കേണ്ട. ആ ടൈമിൽ നമ്മൾ തീ കത്തിക്കാൻ പാടില്ല. അപ്പോൾ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. പിടിക്കാണ്ട് നോക്കണം. തീരെ പിടിക്കാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ അച്ചാർ പൊടി ചേർത്ത് കൊടുക്കുക. അച്ചാർ പൊടി അധികം ചേർക്കണില്ല. അച്ചാർ പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. അച്ചാർ പൊടിയും കായപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിനോടൊപ്പം തന്നെ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അത്യാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ മാങ്ങ ഒക്കെ ഇട്ടതിന് ശേഷം പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ കൂടണ്ട. അപ്പോൾ കുറച്ച് ചേർത്താൽ മതി. ഇപ്പോൾ അതിന് ശേഷം നമ്മളൊന്ന് എല്ലാം മാങ്ങയൊക്കെ ഒന്ന് ഇട്ട് ലെവലാക്കിയതിന് ശേഷം നമ്മൾ പിന്നീട് ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് ഒക്കെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ സുറുക്ക ചേർത്ത് ഞാൻ ഇതിലേക്ക് 2 കുപ്പി സുറുക്ക എടുത്തിരിക്കുന്നത്. അത് തികയോന്നുള്ളതൊന്നും അറിയില്ല. പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നന്നായിട്ട് നല്ല മൂത്ത് നല്ല മണം വരുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് സുറുക്ക ചേർത്ത് കൊടുക്കാം. ഒരു ബോട്ടിൽ സുറുക്ക ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ബോട്ടിൽ സുറുക്ക ഒഴിച്ചിട്ട് എല്ലാം കൂടിയിട്ട് പൊടികൾ ചേർത്തത് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യണം. അതിന് ശേഷം നമ്മൾ തീ കത്തിച്ച് കൊടുക്കണം. തീ കത്തിച്ചതിന് ശേഷം നന്നായിട്ട് തിളച്ച് വന്നാൽ നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങ പൊടി ചേർത്തിട്ട് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ടുണ്ട്. നന്നായി ചൂടായി തിളച്ച് വരണം. ആ പൊടികൾ അടിയിച്ചിട്ടാണ് നമുക്ക് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് ലെവലാക്കിയതിന് ശേഷം നമ്മൾ പിന്നീട് മാങ്ങ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തിളച്ച് വരുന്നതെന്ന് കണ്ടാൽ മാത്രം മാങ്ങ ചേർത്ത് കൊടുക്കുക. മാങ്ങ ചേർത്തതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടോ. നമ്മൾ മാങ്ങ ചേർത്ത് കൊടുക്കണം. മാങ്ങ ചേർത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുക. സമയമല്ലല്ലോ. അപ്പോൾ ആദ്യം മാങ്ങ കിട്ടുന്ന ടൈമിൽ ഞാൻ മാങ്ങ ഒക്കെ മേടിച്ചിട്ട് ഉണക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ് മാങ്ങാത്തോല്. മഴക്കാലത്ത് നമ്മൾ കടയിൽ നിന്നൊക്കെല്ലാം വാങ്ങാൻ കിട്ടുള്ളൂ മാങ്ങ. പിന്നെ ഈ ടൈമിലൊന്നും മാങ്ങ ഉണക്കി എടുക്കാനൊന്നും പറ്റില്ലല്ലോ. അതിൻ്റെ ഇടയിൽ ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മാങ്ങ ഞാൻ ഉണക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് പിന്നെ ആവശ്യക്കാർ ചോദിക്കുമ്പോൾ മാത്രമേ ഞാൻ അച്ചാർ ഇട്ട് കൊടുക്കലുള്ളൂ. അച്ചാർ അങ്ങനെ ഇട്ട് വെക്കലില്ല. പിന്നെ ആർക്കെങ്കിലും ഞങ്ങളെ വീടിൻ്റെ ഭാഗത്തുള്ള ആർക്കെങ്കിലുമൊക്കെ അച്ചാർ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ ഞാൻ തരുന്നതാണ് കേട്ടോ. നമ്മളെ മാങ്ങച്ചാർ റെഡി ആയിരിക്കുകയാണ്. പിന്നെ ഞാൻ മാങ്ങാത്തോല് മാത്രമല്ല കേട്ടോ, വെളുത്തുള്ളി, നാരങ്ങ, പിന്നെ മീൻ കൊടുക ഇടാറുണ്ട്. പിന്നെ ചൂട അങ്ങനത്തെ ഒക്കെ ഇടാറുണ്ട് അച്ചാർ. അച്ചാർ പ്രേമികളൊക്കെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക,